പ്രിയമുള്ളവരെ, ഇന്നത്തെ നമ്മുടെ ബൈബിളിലെ ചിന്താ വിഷയം വാസ് ജീസസ് റിയലി എ ക്രിസ്ത്യൻ? നമ്മുടെ ദൈവമായ കർത്താവ് യഥാർത്ഥത്തിൽ ഒരു ക്രിസ്ത്യാനി ആണോ എന്ന ഒരു ചോദ്യം. നിങ്ങളുടെ ഇടയിലും ഈ ചോദ്യം ഉണ്ടായിട്ടില്ലേ? എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ബൈബിളിൽ എവിടെയെങ്കിലും ദൈവം ക്രിസ്ത്യാനിയായിട്ട് മുദ്ര കുത്തപ്പെട്ടതായിട്ടുള്ളത് ഭാഗങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ദൈവത്തിൻ്റെ സ്നേഹം പലപ്പോഴും മനുഷ്യൻ തീർത്ത മതിലുകളാണ്. പ്രിയമുള്ളവരെ, ഇന്നത്തെ ഈ ചിന്താവിഷയം നിങ്ങൾ ശരിക്കും ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. പലപ്പോഴും നമ്മുടെ മുമ്പിൽ വരുന്ന കുറേ ചോദ്യങ്ങളുണ്ട്. അതിലൊന്ന്, ദൈവം ക്രിസ്ത്യാനിയാണോ? 2, ദൈവത്തിന് ഒരു സഭയുണ്ടോ? പലപ്പോഴും നാം കാണാറുണ്ട് 100,000 സഭകളുണ്ട്. അതിൽ ഏതാണ് ശരി, ഏതാണ് തെറ്റ്? പരസ്പരം മത്സരിക്കുന്നു. നിങ്ങൾ ഇടയ്ക്ക് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കാറുണ്ടോ? വീണ്ടും ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. ദൈവത്തിന് ഒരു സഭയുണ്ടോ? അല്ലെങ്കിൽ യേശുക്രിസ്തു ഒരു സഭ സ്ഥാപിച്ചിട്ടാണോ ഇവിടെ നിന്ന് കടന്നുപോയത്? ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നമ്മുടെ ചുറ്റും നോക്കിയാൽ ആയിരക്കണക്കിന് സഭകൾ ഇന്ന് കാണാം. പലപ്പോഴും ഓരോരുത്തരും തങ്ങളാണ് ശരിയെന്ന് വാദിക്കാറുണ്ട്. എന്നാൽ സത്യം എന്താണ് പ്രിയമുള്ളവരെ? ബൈബിളിൽ ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? നമുക്ക് ആഴത്തിലൊന്ന് പരിശോധിക്കാം. പ്രിയമുള്ളവരെ, നമുക്ക് ആദ്യമേ യേശുക്രിസ്തു അദ്ദേഹത്തിൻ്റെ ജീവിതവും നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യേശുക്രിസ്തു ഭൂമിയിൽ വന്നത് ഒരു പുതിയ മതം സ്ഥാപിക്കാൻ അല്ല എന്നതാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക, യേശുക്രിസ്തു ഭൂമിയിൽ വന്നത് ഒരു പുതിയ മതം സ്ഥാപിക്കാൻ അല്ല എന്നതാണ്. അടുത്ത വേറൊരു ചോദ്യം നിങ്ങളുടെ ഉള്ളിലുണ്ട്. യേശു ക്രിസ്ത്യാനി അല്ലെങ്കിൽ പിന്നെ ആരാണ്? ഇപ്പോൾ ഞാൻ പറയും, യേശു ഒരു യഹൂദനായിരുന്നു. യേശു ഒരു യഹൂദനായെന്ന് പറയുമ്പോൾ പലരും അക്സെപ്റ്റ് ചെയ്യാൻ മടി കാണിക്കും. എന്നാൽ ബൈബിൾ ആണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ ബൈബിളിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, യേശു ഒരു യഹൂദനായിരുന്നു. ആര് സമ്മതിച്ചാലും സമ്മതിച്ചില്ലെങ്കിലും ബൈബിളിലെ വചനമാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ ബൈബിളിൽ കൃത്യമായി പറയുന്നുണ്ട്, യേശു ഒരു യഹൂദനായിരുന്നു. യേശു ജനിച്ചതും വളർന്നതും ജീവിച്ചതും ഒരു യഹൂദനായിട്ടാണ്. അവൻ ഫോളോ ചെയ്തു വന്നിരുന്നത് യഹൂദ പ്രമാണങ്ങൾ പാലിച്ചു തന്നെയാണ്. ദേവാലയത്തിൽ പോയി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. യഹൂദ മക്കൾക്ക് വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 24 യേശു പറയുന്നുണ്ട്, ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കല്ലാതെ എന്നെ ദൈവം അയച്ചിട്ടില്ല. അതായത് ദൈവം തെരഞ്ഞെടുത്ത ജനതയായ
യഹൂദന്മാർക്ക് വേണ്ടിയാണ് അവൻ ആദ്യം വന്നതും കഷ്ടപ്പെട്ടതും എന്ന് അവിടെ ഒരു ക്രിസ്ത്യാനി എന്ന് പറയുന്ന ഒരു ജനതയ്ക്ക് വേണ്ടി അല്ല. ആ സമയം ക്രിസ്ത്യാനിറ്റി ഇല്ല. എന്നാൽ അദ്ദേഹം വന്നത് ആർക്ക് വേണ്ടിയാണ്? യഹൂദ മക്കൾക്ക് വേണ്ടി. അതാണ് പ്രിയമുള്ളവരെ, നിങ്ങൾ ബൈബിളിൽ വളരെ വ്യക്തമായി ഈ കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് പറയുന്നുണ്ട്. ദൈവം വന്നതും കഷ്ടപ്പെട്ടതും എല്ലാം യഹൂദ മക്കൾക്ക് വേണ്ടിയായിരുന്നു. യേശുവിന് സഭയില്ലായിരുന്നു. യേശു ജീവിച്ചിരുന്നപ്പോൾ ഇന്നത്തെ പോലെയുള്ള പള്ളികളോ സഭകളോ വ്യത്യസ്ത വിഭാഗങ്ങൾ ഇല്ലായിരുന്നു. അവൻ എല്ലാവരെയും സ്നേഹിക്കാൻ പഠിപ്പിച്ചു. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. യേശു കർത്താവ് ഒരു വേർതിരിവില്ലായിരുന്നു കർത്താവിന്. അവന് പ്രത്യേക ഒരു സഭയില്ലായിരുന്നു. അദ്ദേഹത്തിന് ഡിഫറെന്റ് ഡിനോമിനേഷൻസ് ഇല്ലായിരുന്നു. അവൻ എല്ലാവരെയും സ്നേഹിക്കുവാൻ പഠിപ്പിച്ചു. ഇനിയിപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള ഒരു ചോദ്യമാണ്, എപ്പോഴാണ് ക്രിസ്ത്യാനിറ്റി ഉണ്ടായതെന്ന്? എപ്പോഴാണ് ക്രിസ്ത്യാനിറ്റി ഉണ്ടായത്? യേശു മരിക്കുമ്പോഴും അവൻ ഒരു ക്രിസ്ത്യാനി ആയിരുന്നില്ല. അതായത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, യേശുവിൻ്റെ ഭൂമിയിൽ ജനിച്ച് മരിക്കുന്നിടം വരെയും യേശുവിന് ഒരു സഭയും ഉണ്ടായിരുന്നില്ല. ക്രിസ്ത്യാനി എന്ന ഒരു സഭ ഉണ്ടായിരുന്നില്ല. മറിച്ച് ലോകരക്ഷകനായ യേശു എന്ന യഹൂദനായിരുന്നു അന്ത്യോക്യയിലെ പേര്. ലോകരക്ഷകനായ യേശു. ബൈബിളിൽ അപ്പോസ്തോല പ്രവൃത്തികളിൽ 11 അധ്യായം 26 നമുക്ക് വളരെ കൃത്യമായി പറയുന്നുണ്ട്, ശിഷ്യന്മാർക്ക് ആദ്യമായി അന്ത്യോക്യയിൽ വെച്ച് ക്രിസ്ത്യാനികൾ എന്ന പേർ വിളിക്കപ്പെട്ടു. അതായത് യേശുവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷമാണ് ഈ പേര് പോലും ഉണ്ടായത്. യേശുവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷമാണ് ഈ പേര് പോലും ഉണ്ടായത്. യേശുവിൻ്റെ ശിഷ്യന്മാർ അവന്റെ സന്ദേശം ലോകം മുഴുവനും എത്തിക്കുവാൻ ശ്രമിച്ചു. ബൈബിളിൽ കൃത്യമായിട്ട് പറയാറുണ്ട്. പിന്നീട് യേശു ക്രിസ്തു ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഒരു സഭയും ഇല്ലായിരുന്നു. അദ്ദേഹം പ്രാർത്ഥിച്ചത് യഹൂദന്മാർക്ക് വേണ്ടി മാത്രമായിരുന്നു. പിന്നീട് യേശുവിൻ്റെ ശിഷ്യന്മാർ അവന്റെ സന്ദേശം ലോകം മുഴുവനും എത്തിക്കുവാൻ ശ്രമിച്ചു. അന്ന് അവർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചിരുന്നു. അതിനെയാണ് കേൽസിയ അഥവാ വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടം എന്ന് വിളിച്ചിരുന്നത്. അത് ഇന്നത്തെ പോലെയുള്ള ഒരു കെട്ടിടമോ രജിസ്റ്റർ ചെയ്ത സംഘടനകളോ ആയിരുന്നില്ല. ഒരു കൂട്ടം ശിഷ്യന്മാർ കൂടി അവരുടെ ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പെടുത്തുകളിൽ പറയുകയും അവരെ ഒരു കൂട്ടായ്മയായി കൊണ്ടു നടക്കുകയും ചെയ്തിരുന്നു. ആധുനിക സഭകളിൽ ഇപ്പോൾ നാം കണ്ടുവരുന്നത് പല തർക്കങ്ങളുമുണ്ട്. ഇന്നത്തെ ലോകത്തിൽ നോക്കിയാൽ നമുക്ക് വേദന തോന്നുന്ന ഒരുപാട് കാഴ്ചകളുണ്ട്. നമുക്കറിയാം, നമ്മളെല്ലാം ക്രിസ്ത്യാനികളാണ്. എന്നാൽ ക്രിസ്ത്യാനികളുടെ പേരിൽ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവുന്ന തർക്കങ്ങൾ നമ്മളെല്ലാം പഠിപ്പിക്കുന്നത് പരസ്പരം ക്ഷമിക്കണം, സഹിക്കണം എന്നൊക്കെയാണ് പഠിപ്പിക്കുന്നതെങ്കിലും പലപ്പോഴും നാം കാണാറുണ്ട് ഈ ക്ഷമിക്കാനും പൊറുക്കാനും ഒന്നും പല ആൾക്കാർക്കും പല സഭകൾക്കും കഴിയാറില്ല. നമുക്കൊരു ഉദാഹരണമായിട്ട് വേണമെങ്കിൽ പറയാം, ABCDZ വരെ ഉള്ള സഭകളുണ്ട്. നമുക്ക് പലപ്പോഴും ഒരു ഉദാഹരണത്തിന് നമുക്കെടുക്കാം. A എന്ന് പറയുന്ന സഭ ഞങ്ങളാണ് ശരിയാണെന്ന് പറയുന്നു. B എന്ന് പറയുന്ന സഭ പറയുന്നു ഞങ്ങളുടെ സഭയാണ് ശരി. അപ്പോൾ C എന്ന സഭയിൽ പറയുന്നു ഇത് ഞങ്ങളുടെയാണ് ശരി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, A എന്ന് പറയുന്ന സഭയിലെ ഒരാൾ B എന്ന സഭയിൽ വന്നാൽ അല്ലെങ്കിൽ അവിടെ അവർക്ക് ഒരു ഇമ്പോർട്ടൻസ് കിട്ടാറില്ല.
അവരെ അന്യരായി കാണാറുണ്ട്. നമ്മൾ പലപ്പോഴും കാണാറുണ്ട് ഇങ്ങനെ എല്ലാവരും പരസ്പരം സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോഴും എ എന്ന സഭക്കാരൻ ബി എന്ന സഭയിൽ വരുമ്പോൾ ബി എന്ന സഭക്കാരനെ ഒരു അന്യ സഭക്കാരനായി കാണാറുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം പല സഭകളിലും ഒരു കുർബാനയാണ്. ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് യേശു തൻ്റെ ശരീരം മുറിച്ച് നൽകിയത് എല്ലാവർക്കും വേണ്ടിയാണ്. എന്നാൽ ഇന്ന് നമ്മൾ കാണാറുണ്ട് പല സഭകളിലും സ്വന്തം സഭക്കാരന് അല്ലെങ്കിൽ കുർബാന കൊടുക്കാറില്ല. അതൊക്കെ എന്ന് പറയുന്നത് പിന്നെ എന്താണ് ഇതിലൊരു ക്രിസ്ത്യാനിറ്റി എന്ന് പറയാറുള്ളത്? ഇങ്ങനെയുള്ള അനുഭവങ്ങൾ പലർക്കും ഉണ്ടായിട്ടുണ്ടാവാം. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുമായിട്ട് റിലേറ്റഡ് ചെയ്യാൻ സാധിക്കും. കാരണം പലപ്പോഴും കുർബാന അനുഭവിക്കാൻ ചില സഭകൾ അവരുടെ സഭക്കാർക്ക് മാത്രമേ കുർബാന അനുഭവിക്കുവാൻ അവസരം കൊടുക്കാറുള്ളൂ. മറ്റ് സഭക്കാർക്ക് കുർബാന നിഷേധിക്കാറുണ്ട്. എന്ന് വെച്ചാൽ ആ സഭയിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ ആ കുർബാന കൊടുക്കുവാൻ സാധിക്കുള്ളൂ. ഒരു ക്രിസ്ത്യാനിയാണ്, ആലോചിച്ചു നോക്കണം. എല്ലാവരും ക്രിസ്ത്യാനികളാണെങ്കിലും എ സഭക്കാരനും ബി സഭക്കാരനും, ഇപ്പം ബി സഭക്കാരൻ എ സഭക്കാരന്റെ ചർച്ചിൽ പോയി അവനൊരു കുർബാന കൊള്ളണം, അവന്റെ ചെയ്യണമെന്ന് വിചാരിച്ചാൽ ആ കുർബാന അവന് സാധ്യമാവാത്ത ഘട്ടങ്ങൾ ഉണ്ടാവാറുണ്ട്. അതാണ് പറയുന്നത്, പല സഭകൾക്കും സ്വന്തം സഭക്കാരനല്ലെങ്കിൽ കുർബാന നൽകുന്നില്ല. എന്നാൽ ചില സഭകൾ ആർക്കു വേണമെങ്കിലും കുർബാന സ്വീകരിക്കാവുന്ന സഭകളുമുണ്ട്. യേശു പഠിപ്പിച്ചത് യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 34 ഇതാണ്: നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം. സ്നേഹമില്ലാത്ത ഒരിടത്തും ദൈവം വസിക്കുകയില്ല. സഭയുടെ പേരിൽ വേർതിരിവ് കാണിക്കുന്നത് ദൈവഹിതമല്ല. അതാണ് ഞാൻ കുറച്ചു മുമ്പ് നിങ്ങളോട് പറഞ്ഞത്. ഒരു പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ വെടിപ്പോടും വിശുദ്ധിയോടും കൂടിയാണ് നമ്മൾ പള്ളികളിൽ പ്രാർത്ഥിക്കുവാൻ പോകുന്നത്. ആ വെടിപ്പോടും വിശുദ്ധിയോടും കൂടിയും പള്ളിയിൽ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ എന്നാൽ മറ്റൊരു സഭക്കാരനാണെന്ന് വിചാരിച്ച് അവനെ വേർതിരിച്ച് നിർത്തുന്ന ആ ഒരു മനോഭാവം മാറേണ്ട സമയങ്ങൾ കഴിഞ്ഞു. അതാണ് ആദ്യമേ ഞാൻ പറഞ്ഞത്, ദൈവം ഒരു സഭയും സൃഷ്ടിച്ചിട്ടില്ല